തന്നെയുള്ള കർത്താവിന്റെ അനുഗ്രഹീത നാമത്തിന് മഹത്വവും പുകഴ്ചയും അത്യാദരവോടെ അർപ്പിക്കുന്നു. ബഹുമാന്യ ശ്രോതാക്കളെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് സ്വർഗീയാലോചനയ്ക്കായി ഒരു വേദഭാഗം വായിച്ചു കേൾപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ വെളിപ്പാട് പുസ്തകമാണ്, 18-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത് ഇങ്ങനെ: ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞുകളയും, ഇനി അതിനെ കാണുകയില്ല. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും ഇനി നിന്നിൽ കാണുകയില്ല. തിരികല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കുകയില്ല. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചന സത്യങ്ങൾ ആരാഞ്ഞറിയാൻ താൽപര്യപ്പെടുന്ന ബഹുമാന്യ ദൈവകുഞ്ഞുങ്ങൾ, ആത്മനാഥൻ ഫലമേൽപ്പിച്ച സുവിശേഷീകരണ ദൌത്യം ആത്മനിറവിൽ ചെയ്തെടുക്കുന്ന അഭിഷിക്തന്മാർ, പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവശബ്ദം കേട്ട് ആശ്വാസം പ്രാപിക്കാനുള്ള ആവലോടെ കാത്തിരിക്കുന്ന സഹോദരങ്ങൾ, ആദിയായി സുവിശേഷ സ്നേഹികളായി എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും സർവകൃപാലുവായി കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പരിശുദ്ധ നൽകി തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ബാബിലോൺ എന്ന മഹാനഗരത്തെ ഒരു തിരികല്ല് പോലെ സമുദ്രത്തിൽ എറിഞ്ഞുകളയുന്നു. ദൈവകോപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ ബാബിലോൺ നഗരത്തിലുണ്ടാകുന്ന ഭയങ്കര സംഭവങ്ങളാണ് നാം വായിച്ചത്. എന്താ ഈ നഗരം ഇങ്ങനെ നശിക്കാൻ കാരണം? ഏതാണ് ഈ നഗരം? ഈ സന്ദേശം ബഹുമാന്യ ശ്രോതാക്കൾക്ക് ബുദ്ധിയുപദേശമായി ആശ്വാസവും വിടുതലുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അറപ്പുളവാക്കുന്ന ഭാഷയിലാണ് ബാബിലോണിനെ വെളിപ്പാട് പുസ്തകം സംബോധന ചെയ്യുന്നത്. 17:5 മർമ്മം മഹതിയം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. തിരുവഴുത്തിൽ ഈ വാക്യം ഇരട്ടി വലിപ്പത്തിലാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആഴത്തിൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തമാകുന്നു. 18:2 നോക്കൂ. മർമ്മം മഹതിയം ബാബിലോൺ, ദുർഭൂതങ്ങളുടെയും സകല അശുദ്ധാത്മാക്കളുടെയും പാർപ്പിടം. ദൈവത്തിന് മഹത്വം. അതെ, ഈ മഹാനഗരത്തെ ഒരു തിരികല്ലെന്നോളം സമുദ്രത്തിൽ ഹേമത്തോടെ എറിഞ്ഞുകളയുന്നതിനെ തുടർന്ന് ദേശത്തുണ്ടാകുന്ന ദുരന്തങ്ങൾ പരിശുദ്ധാത്മാവ് എണ്ണി പറയുകയാണ്. 18 മുതലുള്ള വാക്യങ്ങൾ. 18:22 മുതൽ വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കയില്ല എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായ ടൂറിസം നിലയ്ക്കുമത്രേ. മണവാട്ടിയുടെയും മണവാളന്റെയും സ്വരം കേൾക്കില്ല. ഹണിമൂൺ ട്രിപ്പുകൾ ഉണ്ടാകത്തില്ല. വിനോദസഞ്ചാരികൾ വരത്തില്ല. കൗശലപ്പണി ചെയ്യുന്ന ശില്പിയെ നിന്നിൽ കാണുകയില്ല. നിർമ്മാണ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആർക്കിടെക്ചേഴ്സ്, എഞ്ചിനീയേഴ്സ് അവരില്ലാതെയാകും. തിരികല്ലിന്റെ ഒച്ച നിന്നിൽ കേൾക്കില്ല. ഫാക്ടറികളിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം ഇല്ലാതെയാകും. ഫാക്ടറികളും വ്യവസായശാലകളും പ്രവർത്തിക്കാതെ യന്ത്രങ്ങൾ തുരുമ്പെടുത്തു നശിക്കും. വിളക്കിന്റെ വെളിച്ചം നിന്നിൽ പ്രകാശിക്കയില്ല. വൈദ്യുതി ഇല്ലാതെയാകും. ജലവൈദ്യുത പദ്ധതികളും അനുബന്ധ ഊർജ്ജ സ്രോതസ്സെല്ലാം തകർന്നു തരിപ്പണമാകും. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ സഹസ്ര കോടീശ്വരന്മായ കോർപ്പറേറ്റുകൾ ചെയ്തു വരുന്ന ബിസിനസ് സ്തംഭിച്ചു പോകും. ദൈവത്തിന് മഹത്വം. ദൈവകോപം പെയ്തിറങ്ങി ഉന്മൂലനാശം വരുമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ബാബിലോണിനെ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം. ബാബേൽ, ബാബിലോൺ, ബാബിലോണ്യ, ഈ പേരുകൾ പ്രിയപ്പെട്ടവർ കേട്ടിട്ടുണ്ടാകും. അപ്പോസ്തലപ്രവൃത്തി 7:2 സ്തേഫാനോസ് തന്റെ പ്രസംഗത്തിൽ നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുമ്പേ മെസപ്പൊട്ടേമിയയിൽ ആയിരുന്നു എന്ന് പ്രസ്താവിക്കുന്നു. ഇവിടെ പറയുന്ന ഈ മെസപ്പൊട്ടേമിയ ബാബിലോണിന്റെ മറ്റൊരു നാമമാണ്, മറ്റൊരു പേരാണ്. മാളികമുറിയിൽ കൂടിയിരുന്നവർ ആത്മനിറവ് പ്രാപിച്ചപ്പോൾ ഓടിക്കൂടിയ ജനസഹസ്രങ്ങളുണ്ടല്ലോ, അവരിൽ മെസപ്പൊട്ടേമിയക്കാരും ഉണ്ടായിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണാം. ബാബേൽ, ബാബിലോൺ, ബാബിലോണ്യ, ഇതായിപ്പോ മെസപ്പൊട്ടേമിയ. പഴയ നിയമം ബാബിലോണിനെ മറ്റൊരു പേരിലാണ് വിളിക്കുന്നത്, ഷീനാർ. അങ്ങനെയാണ് വിളിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 11:2 ഷീനാർ ദേശം. ദൈവത്തിന് മഹത്വം. ലോകചരിത്രത്തോട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഭൂപ്രദേശമാണ് മെസപ്പൊട്ടേമിയ. മെസോ അർത്ഥം ഇടയ്ക്കുള്ള സ്ഥലം, പൊട്ടേമിയ 2 നദികൾ. തുർക്കിയിലെ വാൻ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് 2300 കിലോമീറ്റർ ഒഴുകി പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്ന ഒരു നദിയുണ്ട്, യൂഫ്രട്ടീസ്. ഈ നദി കടലിൽ പതിക്കുന്നതിന് 45 മൈൽ മുൻപ് മറ്റൊരു നദി യൂഫ്രട്ടീസിൽ ചേരുന്നു, ടൈഗ്രിസ്. ഇത് പെട്ടകമുറച്ച അരാരാത്ത് പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് 1900 കിലോമീറ്റർ ഒഴുകിയാണ് യൂഫ്രട്ടീസിൽ ചേരുന്നത്. അവിടെ മുതൽ രണ്ടും ചേർന്നൊഴുകി പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്നു. ഈ നദികളെ വേദപുസ്തകം വിളിക്കുന്നത് മറ്റൊരു പേരിലാണ്, ഫ്രാത്ത്, ഹിദ്ദേക്കൽ. ദൈവത്തിന് സ്തോത്രം. അതെ, 2 നദികളുടെ നടുവിലുള്ള വിശാലമായ സമഭൂമിയാണ് ഷീനാർ ദേശം,
മെസ്സപ്പൊട്ടേമിയ, അതെ, ബാബേൽ, ബാബിലോൺ. ദൈവത്തിന് മഹത്വം. മനുഷ്യന്റെ വികാസ പരിണാമത്തിന്റെ നാഴികക്കല്ലായ ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഇവിടെയാണ് ഉണ്ടായത്. പശമണ്ണും കുമ്മായവും ഇടിച്ചുകൂട്ടി ഇഷ്ടിക നിർമ്മിക്കാൻ മനുഷ്യൻ പരിശീലിച്ച സ്ഥലമാണിത്. വലിയ കോട്ടകൊത്തളങ്ങൾ നിർമ്മിക്കാൻ ഇവിടെ വെച്ചാണ് മനുഷ്യൻ പരിശീലിക്കുന്നത്. അതുപോലെ മനുഷ്യവർഗം സമസ്ത മേഖലയിലും യശസ്സുയർത്തുവാൻ വഴിയൊരുക്കിയ എഴുത്തുവിദ്യ ഉണ്ടല്ലോ, ഇവിടെയാണ് ആരംഭിച്ചത്. സ്ലൈറ്റ് പോലെയുള്ള കളിമൺ അടരുകൾ ഉപയോഗിച്ച് മനുഷ്യൻ എഴുതുവാൻ പഠിച്ചു. ഈ പ്രാകൃത അക്ഷരത്തെ ക്യൂണിഫോം ലിപി എന്നാണ് അവൻ വിളിക്കുന്നത്. ഇങ്ങനെ ലോകചരിത്രവുമായി മനുഷ്യചരിത്രവുമായി വേദപുസ്തക ചരിത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇടമാണ് ബാബിലോൺ എന്ന മെസൊപ്പൊട്ടേമിയ. ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ദേശത്തിന് അതേ മെസൊപ്പൊട്ടേമിയ എന്ന് പേരിടുന്നത്. അദ്ദേഹമാണ് നമ്മുടെ നാടിനെ ഇൻഡസ് എന്ന് വിളിച്ചത്. അതാണ് പിൽക്കാലത്ത് ഇന്ത്യ എന്ന് പരിണമിച്ചത്. ഇനി ബാബിലോണിന്റെ മറ്റൊരു പ്രത്യേകത പറയാം. പുരാതന ഏദൻ സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയാണ്. എങ്ങനറിയാം? ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അത് 4 ശാഖയായി പിരിഞ്ഞു. ആ നദികളുടെ പേരെന്തൊക്കെയാണ്? നാം കണ്ടതാണ് ഫ്രാത്ത്, ഹിദ്ദേക്കൽ. ഈ നദിയല്ലേ അവിടെ നാം കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ തോട്ടമായി ഏദൻ നിലനിന്ന സ്ഥലത്തിന് വന്ന അപജയമാണ് നാം പരിശോധിക്കുന്നത്. സ്തോത്രം. ഇനി നമുക്ക് ഈ സ്ഥലം ഇന്ന് എവിടെയാണെന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 8-9 വാക്യങ്ങൾ. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിലെ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരനെന്ന് പഴഞ്ചൊല്ലായി. തുടർന്ന് ഇവനെ പരിചയപ്പെടുത്തുമ്പോൾ എഴുതിയിരിക്കുന്നു, അവന്റെ രാജ്യത്തിന്റെ ആരംഭവും അതിരുകളുമൊക്കെ വിശദീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവനൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഭൂമിയിലെ ആദ്യത്തെ ഭരണാധികാരിയായ നിമ്രോദ്. മനുഷ്യകൽപിതമായ ആദ്യ ഭരണകൂടം രൂപീകരിക്കപ്പെട്ട ദേശവും ഷീനാർ എന്ന ബാബേൽ തന്നെ. അവന്റെ രാജ്യത്തിന്റെ ആരംഭം നോക്കണേ. ഷീനാർ ദേശത്ത്, ബാബേൽ, ഏറക്ക്, കൽനെ. ഇവിടെ 3 ദേശങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ബാബേൽ, അതാണ് നാം പഠിക്കുന്നത്. അവിടെയുള്ള മറ്റൊരു ദേശം ഏറക്ക്, ഇത് ഇന്നത്തെ ഇറാഖിനെ കുറിക്കുന്നു. അടുത്തത് കൽനെ, കൽദയ പട്ടണമായ ഊരാണത്. നമുക്കറിയാം അബ്രഹാമിന്റെ നാട്. ഉൽപ്പത്തി പുസ്തകം 11:3 നിമ്രോദ് ചെയ്തൊരു പ്രവൃത്തി കാണാം. കിഴക്ക് ഷീനാർ ദേശത്തൊരു സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു. അവിടെ വെച്ചാണ് അവർ ഇഷ്ടിക നിർമ്മാണ രീതി പ്രാവർത്തികമാക്കുന്നത്. ഷീനാറിൽ വെച്ച് നിമ്രോദ് ചെയ്ത പ്രസിദ്ധമായ ഒരു ആഹ്വാനമുണ്ട്. വരുവിൻ, നാം ഭൂതലത്തിലെങ്ങും ചിതറിപ്പോകാതിരിക്കേണ്ടതിന് ഒരു പട്ടണം നിർമ്മിക്കണം, ഒരു വലിയ സിറ്റി ഉണ്ടാക്കണം. ആകാശത്തോളം എത്തുന്ന, സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം നിർമ്മിച്ചുകൊണ്ട് നമുക്കൊരു പേരുണ്ടാക്കണം. മനുഷ്യൻ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറയണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ നിമ്രോദ് പറഞ്ഞു, അതല്ല ശരി, നമ്മൾ ചിതറിപ്പോയ ശക്തിയില്ല, ഒരിടത്ത് ഐക്യതയോടെ കൂടിയിരിക്കണം, എന്നിട്ട് നമുക്കൊരു പേരുണ്ടാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ദൈവകൽപ്പനയെ ലംഘിച്ച മനുഷ്യൻ പേരുണ്ടാക്കാൻ, പ്രശസ്തി ഉണ്ടാക്കാൻ പല പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഇവനെക്കുറിച്ച് ബാബിലോണിയൻ പുരാണങ്ങൾ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഫൗണ്ടർ ഓഫ് ബാബിലോണി എന്നാണ് നിമ്രോദിനെ ആ ഗ്രന്ഥങ്ങൾ പ്രകീർത്തിക്കുന്നത്. ഇവൻ രാഷ്ട്രസ്ഥാപകൻ മാത്രമല്ല, മതസ്ഥാപകനും കൂടിയാ കേട്ടോ. സൂര്യനെ ദേവനാക്കി. ഈ ദേവൻ അദ്ദേഹമിട്ട പേരാണ് ബാൽ. ബാബിലോണിയരുടെ ദേവൻ ബാൽ, സൂര്യദേവൻ. തന്നെ ഭരണാധികാരിയായി നിയമിച്ചത് ബാൽദേവനാണെന്നും താൻ ബാലിന്റെ പ്രതിപുരുഷനാണെന്നും ജനത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ നിമ്രോദിനെ പൂജിക്കാൻ തുടങ്ങി, അടിവണങ്ങാൻ തുടങ്ങി. സൂര്യദേവന്റെ പ്രതിനിധിയല്ലേ, എങ്ങനെ പൂജിക്കാതിരിക്കും? നിമ്രോദിന്റെ മുൻപിൽ നമസ്കരിക്കുന്നവർ ബാലിന്റെ മുമ്പിൽ കുമ്പിടുന്നുവെന്ന് ബാബിലോണിയർ പറഞ്ഞു വന്നു. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിലെ ആദ്യത്തെ ആൾദൈവമായിരുന്നു ഇവൻ. ഈ നിമ്രോദിനെ പല രാജ്യങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചിലർ തമ്മൂസ് എന്ന് വിളിച്ചു. നിമ്രോദിന്റെ ഭാര്യയും ദേവതയായി മാറി കിട്ടും. അവളാണ് സെമിറാമിസ്. സെമിറാമിസിനെ ഗ്രീക്കുകാർ മിനർവ എന്ന് വിളിച്ചു, റോമാക്കാര് അഫ്രോഡിറ്റസ് എന്ന് വിളിച്ചു, ഇഷ്ടാർ, അസ്തോരത്ത് എന്നീ പേരുകളിലൊക്കെ ഇവൾ അറിയപ്പെടുന്നുണ്ട്. അർട്ടിമസ് എന്നും മെഡോണ എന്നുമാണ് ഈ എഫേസോസുകാർ വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. നനച്ചിരിക്കും. അതൊരു ദിവസം നിമ്രോദ് കാട്ടുമൃഗത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അവന്റെ ശരീരം കഷണങ്ങളാക്കി നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും സെമിറാമിസ് കൊടുത്തയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിമ്രോദ് രാജ്യത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തു. അവൻ അങ്ങനെ ഖ്യാതി വരുത്തി. അങ്ങനെ ഭരണം സെമിറാമിസിന്റെ കൈകളിൽ വന്നു. ദുർവൃത്തയായി ജീവിതം നയിച്ച ഈ സ്ത്രീ പിൽക്കാലത്ത് ഒരാൺകുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടിയുടെ പേരാണ് നിനസ്. ദൈവത്തിന്റെ മഹത്വം. ദേവതാതുല്യം ജനം ആരാധിച്ചിരുന്നവൾ പിഴച്ചുപറ്റെന്ന് വന്നപ്പോ ജനമിളകി. പക്ഷെ ബുദ്ധിമതിയായ സെമിറാമിസ് പറഞ്ഞു, പ്രജകളെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പ്രസവിച്ചു ഈ കുട്ടി അശുദ്ധ സന്തതിയല്ല, മറിച്ച് ബാൽദേവൻ എന്നിലൂടെ ജഡധാരണം ചെയ്തിരിക്കുന്നു. അതാണ് നിനസ്.
ഈ രഹസ്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുന്നവർക്കേ വെളിപ്പെടുകയുള്ളൂ. തുടർന്ന് തിരുരഹസ്യം മനസ്സിലായെന്ന് നടിച്ചവരെയൊക്കെ ആസ്ഥാന ബ്രഹ്മചാരി പട്ടം നൽകി അവൾ ആദരിച്ചു. അവരെ ജനങ്ങൾ സർവാദരണീയരായി അംഗീകരിക്കാൻ തുടങ്ങി. അക്കൂട്ടര് സെമിറാമിസിന്റെ ദുഷ്കൃത്യങ്ങളെ പരിശുദ്ധമെന്ന് പ്രചരിപ്പിച്ചു. നിമ്രോദും സെമിറാമിസും നടുവിൽ ശിശുവായ നിനസ് ഒരുമിച്ചുള്ള ഛായാചിത്രങ്ങൾ വരച്ചിട്ട് സൂര്യാവതാരമെന്ന് വരുത്തി തീർക്കാൻ നിനസ് എന്ന ശിശുവിന്റെ ശിരസിനു ചുറ്റും പ്രകാശ വലയവും വരച്ചുവെച്ചു. ഈ മൂന്നുപേരെയും ആരാധിക്കാൻ ബ്രഹ്മചാരികൾ എന്ന പേരിൽ അറിയപ്പെട്ട സെമിറാമിസിന്റെ ഉപചാരക വൃന്ദം ജനങ്ങളെ പഠിപ്പിക്കാനും തുടങ്ങി. സ്തോത്രം. എല്ലാ ഭവനങ്ങളിലും ദേവകുടുംബമുണ്ടായിരിക്കണം. അങ്ങനെയാ ഈ മൂന്ന് അപ്പനും അമ്മയും നടുവിൽ കുഞ്ഞുമിരിക്കുന്ന ഈ ചിത്രം അതെ ദേവകുടുംബം എന്ന് അറിയപ്പെട്ടു. എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരിക്കണം. നിമ്രോദും സെമിറാമിസും നടുവിൽ ശിശുവായ നിനസും അടങ്ങിയ ചിത്രം വെച്ച് പൂജിക്കണം അവർ നിർദ്ദേശിച്ചു. ബാൽദേവന്റെ കൽപ്പനയാണ്. എതിർത്താൽ സർവനാശമാണ് ഫലം. അങ്ങനെ ദേവകുടുംബത്തെ ആരാധിക്കാൻ തുടങ്ങിയെന്ന് മെസൊപ്പൊട്ടേമിയയിൽ നടത്തിയ ഉത്ഖനനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ ചരിത്രം ശാസ്ത്രം വെളിപ്പെടുത്തുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ മുമ്പ് അതേ മനസാക്ഷിയുഗത്തിൽ നടന്ന കാര്യമാണിത്. അങ്ങനെയാണെങ്കിൽ ദേവകുടുംബം എന്ന പേരിൽ ആ ചിത്രം സൂക്ഷിക്കുന്നവരറിയണം, അതിൽ കാണുന്ന ശിശു യേശുവല്ല, സെമിറാമിസിന്റെ പുത്രനായ നിനസാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി ഓമനപുത്രനെയും നൽകിയിട്ടും സെമിറാമിസിനെയും പുത്രനായ നിനസിനെയും ആരാധിക്കാൻ ക്രിസ്ത്യാനി എന്ന് പേരുള്ളവർ തിരിഞ്ഞപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, അതിനിടവരുത്തിയ ബാബിലോൺ, മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവേ, നിന്നെ തിരികല്ലുപോലെ ഹേമത്തോടെ കടലിൽ എറിഞ്ഞുകളയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രാധാന്യമുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ജീവിച്ചിരുന്ന കൽദയ പട്ടണമായ ഊർ ഇവിടെയാണ്. ഒറ്റ പ്രസംഗം കൊണ്ട് നിത്യത പോകിയ സ്തേഫാനോസ് പറയുന്നത് കേൾക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 7:2. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുമ്പേ മെസപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. മെസപ്പൊട്ടേമിയയുടെ ഇരുട്ടിൽ തേജോമയനായ ദൈവം പ്രത്യക്ഷനായി അബ്രഹാമിനെ സത്യവെളിച്ചത്തിലേക്ക് പുറപ്പെടുവിച്ചു. എത്ര ശക്തമായി അന്ധകാരം പത്തിപിരിച്ചിരിക്കുന്ന ഇടങ്ങളിലും തേജോമയനായ ദൈവം കടന്നു ചെന്നാൽ അവിടുത്തെ ഇരുട്ട് മാറും, അവിടെ ഉള്ളവർക്ക് വിടുതലുണ്ടാകും. ദൈവത്തിന്റെ മഹത്വം. കുഞ്ഞുങ്ങളെ, മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ രൂപങ്ങളോ കലാകാരന്റെ ഭാവനയിൽ വരുന്ന ചിത്രങ്ങളോ അല്ല, തേജോമയനായ ദൈവമാണ് സത്യദൈവമെന്ന് മനസ്സിലാക്കി അന്ധവിശ്വാസത്തിന്റെ ഇരുട്ടിൽ നിന്നും പ്രത്യാശയുടെ പൊൻവെളിച്ചത്തിലേക്ക് അബ്രഹാമിനെ പോലെ നാം ഓരോരുത്തരും ചുവടുവെക്കണം. ഊരിൽ ഉത്ഖനനം നടത്തിയ പുരാവസ്തു ഗവേഷകർ അത്യാധുനിക സൗകര്യങ്ങളെ വെല്ലുന്ന ഒരു സമചതുര പട്ടണം കണ്ടെത്തി. ശാസ്ത്രജ്ഞൻ പറയുന്നു, നിമ്രോദിന്റെ കാലത്തെ പഴയ ഷീനാർ പട്ടണം, ബാബേൽ പട്ടണം ഇതുതന്നെയാണ്. മലിനജലം ഒഴുകിപ്പോകാനുള്ള മനോഹരമായ ഡ്രെയിനേജ് സംവിധാനം, കല്ലുവാങ്ങി ഉറപ്പിച്ച രാജവീഥികൾ, കാർഷിക വിള സൂക്ഷിക്കുവാനുള്ള ഗ്രന്ഥം, അതേ ധാന്യപ്പുരകളും അതിബൃഹത്തായ ആയുധപ്പുരകളും ആയുധശേഖരങ്ങളും, അതെ സ്ലേറ്റിന്റെ രൂപത്തിലുള്ള പ്രതലങ്ങളിൽ ക്യൂണിഫോം ലിപിയിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്ന അതിബൃഹത്തായ ലൈബ്രറി തുടങ്ങി പ്രാചീന മനുഷ്യന്റെ ബുദ്ധി വൈഭവം വെളിപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ അവരവിടെ കണ്ടെത്തുവാനിടയായി തീർന്നു. അവിടെ പാർത്തിരുന്ന ഒരു മനുഷ്യന്, അതായത് നമ്മുടെ അബ്രഹാമിന് സ്വന്തമായി 318 അഭ്യാസികൾ അടങ്ങിയ എന്ന് പറഞ്ഞാൽ സ്വന്തം പട്ടാളമുണ്ടായിരുന്നെന്ന്. അങ്ങനെ പറയുമ്പോൾ ആ പട്ടണം എത്ര ഉന്നതമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകും. മഹാധനികനായ അബ്രഹാം തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ ലാഭമായതൊക്കെ ഛേദമെന്നെണ്ണി കാണിപ്പാലിരുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു. നിമ്രോദുണ്ടാക്കിയ പട്ടണത്തിലല്ല, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തെ അകരാതിൽ കണ്ടുകൊണ്ട് അവൻ വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ചു. വാഗ്ദത്തം കേട്ടറിഞ്ഞ അബ്രഹാമിനെ തടയാൻ 10 രാജാക്കന്മാർ അവരുടെ സൈന്യവുമായി അണിനിരന്നെങ്കിലും രാജാവല്ലാത്ത അബ്രഹാം 10 രാജാക്കന്മാരെ തോൽപ്പിച്ചുകൊണ്ട് വാഗ്ദത്ത ദേശത്തെത്തിച്ചേർന്നു. കുഞ്ഞെ, വാഗ്ദത്തം ഉള്ളിൽ കിടക്കുന്നവന്റെ വഴി തടയാൻ 10 10,000 ഒത്തുകൂടിയാൽ നടക്കത്തില്ല. തേജോമയനായ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മക്കളെ, നിരാശപ്പെടുത്തുന്ന വാക്ക് കേൾക്കുമ്പോൾ പറയണം, ഞാൻ കേട്ട വാഗ്ദത്തത്തിന്റെ പ്രതികൂലത്തെ ഭേദിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രാപ്തിയുണ്ട്. എന്നെ വിളിച്ചിറക്കിയവൻ സർവശക്തനായ ദൈവമാണ്, അവൻ എന്നെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. അവൻ ദൈവാലോചന കേട്ടിറങ്ങി അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, രാജാക്കന്മാരും എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കും.
വിശുദ്ധ മത്തായി നമ്മുടെ കർത്താവിന്റെ വംശാവലി എഴുതുമ്പോൾ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു. മത്തായി 1:6. അത് ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദിനെ ജനിപ്പിച്ചെന്നല്ല, ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. എന്താ പ്രത്യേകത പറയാൻ കാരണം? മത്തായിയുടെ സുവിശേഷം നോക്കൂ, 1:17. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 അബ്രഹാം യാത്ര തുടങ്ങി 14-ാം തലമുറയിൽ ദാവീദ് രാജാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒക്കെ രാജാക്കന്മാരും എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെടുമെന്നുള്ള വാഗ്ദത്തം 14-ാം തലമുറയിൽ നിറവേറുകയാണ്. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്തമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിന്റെ എല്ലാ അഭിവൃദ്ധിക്ക് പിന്നിലും അബ്രഹാമിന്റെ സന്തതികളാണ്, അബ്രഹാമിന്റെ കൊച്ചുമക്കളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് വാഗ്ദത്തത്തിന്റെ ശക്തി. ഏതു മേഖലയില അബ്രഹാമിന്റെ സന്തതി യഹൂദന്റെ സംഭാവനയില്ലാത്തത്? ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ മാത്രമല്ലല്ലോ, സമസ്ത മേഖലകളിലും അഗ്രജന്മാർ യഹൂദന്മാർ തന്നെ. ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ, കാൾ മാർക്സ്, സിഗ്മണ്ട് ഫ്രോയിഡ്, സംഗീത ചക്രവർത്തിയായ ബീഥോവൻ തുടങ്ങി സംഗീതമായാലും സാഹിത്യമായാലും ശാസ്ത്രമായാലും രാഷ്ട്രതന്ത്രജ്ഞതയായാലും സമസ്ത മേഖലയിലും വാഗ്ദത്തം കിട്ടിറങ്ങിയ അബ്രഹാമിന്റെ കൊച്ചുമക്കൾ ജ്യോതിസുകളെ പോലെ വിരാജിക്കുകയാണ്. എല്ലാത്തിനും ഉപരിയായി അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം അവൻ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇനി പറയുന്ന കാര്യം അധികമായി ശ്രദ്ധിക്കണേ. അബ്രഹാം മുതൽ ബാബേൽ പ്രവാസം വരെ 28 തലമുറ, തേജോമനായ ദൈവത്തെ കണ്ടിറങ്ങിയവന്റെ 14-ാം തലമുറ രാജസ്ഥാനത്തെത്തിയെങ്കിൽ 28-ാമത്തെ തലമുറ വീണ്ടും ബാബേൽ പ്രവാസത്തിലേക്ക് തിരിച്ചു നടന്നു പോകുന്നു. അടിമത്തത്തിലേക്ക്, നാശത്തിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നാം ചരിത്രത്തിൽ കാണുന്നത്. അപ്പം 28 തലമുറയ്ക്ക് മുമ്പ് ജയാളിയായി പുറപ്പെട്ടു പോകുന്ന വഴികളിലൂടെ തലകുമ്പിട്ട് കെട്ടപ്പെട്ടവരായി അബ്രഹാമിന്റെ കൊച്ചുമക്കൾ ബാബേലിലേക്ക്, ഇരുട്ടിലേക്ക് അടിമകളായി, പ്രവാസികളായി നടന്നുപോകുന്ന കാഴ്ച കാണാതെ പോകരുത്. എന്താ ഈ അധപ്പതനത്തിന് കാരണം? ദൈവത്തെ കണ്ടിറങ്ങിയവന്റെ കൊച്ചുമക്കൾ നിമ്രോദിനെ ആരാധിക്കാൻ തുടങ്ങി. എഹെസ്കേൽ 8:14 തമ്മൂസിനു വേണ്ടി കരയുന്ന സ്ത്രീകളെ ആലയത്തിൽ കാണുന്നു. 8:16 കിഴക്കോട്ട് തിരിഞ്ഞുനിന്ന് സൂര്യനെ ആരാധിക്കുന്നവരെ ആലയത്തിൽ കാണുന്നു. ദേവകുടുംബമെന്ന പേരിൽ സെമിറാമിസിനെയും ജാരസന്തതിയായ നിനസിനെയും ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തിന് മഹത്വം. സത്യദൈവത്തെ മറന്നു മിഥ്യാമൂർത്തികളെ കുമ്പിടാൻ തുടങ്ങി. തൽഫലമായി അബ്രഹാം ജയാളിയായി നടന്നു പോകുന്ന പാതയിലൂടെ ക്രിസ്തുവിന് 606 വർഷങ്ങൾക്കപ്പുറത്ത് തലകുനിച്ചവരായി അപമാന വിഷയങ്ങളായി തിരിച്ചു നടക്കുകയാണ് അബ്രഹാമിന്റെ കൊച്ചുമക്കൾ. എന്റെ കുഞ്ഞുങ്ങളെ, ഒരു കാര്യം ഓർമ്മയിലിരിക്കണം. ജയമെടുത്തവന്റെ സന്തതിയുടെ പിന്നാലെ ബാബിലോണിന്റെ ശക്തികൾ, പാരമ്പര്യത്തിന്റെ ശക്തികൾ നിഴലുപോലെ പിൻഗമിക്കുന്നുണ്ട്. ജയമെടുത്തേ മതിയാകൂ. 28-ാം തലമുറ തിരിച്ചു നടന്നു. ദൈവഹിതപ്രകാരമല്ലാത്ത കാര്യങ്ങൾ ഇടപെടലേ മക്കളെ. പ്രാർത്ഥിച്ചു തുടങ്ങാത്ത, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാത്ത ഒരു ഫംഗ്ഷനിലും പങ്കെടുക്കരുത് കേട്ടോ. 28 കെട്ട് വെറും ചടങ്ങാണെന്ന് കരുതി അതിൽ പങ്കെടുത്ത ചിലരുടെ ജീവിതത്തിൽ അത് കടുങ്കെട്ടായി തീർന്ന ചരിത്രമുണ്ട് കേട്ടോ. ചില ചടങ്ങുകൾക്ക് ചെന്നില്ലെങ്കിൽ അപ്പച്ചൻ പിണങ്ങുമെന്ന് പറയുന്നവർ ഓർക്കണം. നീ ഇത് ചെയ്താൽ സ്വർഗത്തിലെ അപ്പച്ചൻ പിണങ്ങും. ഇവിടുത്തെ അപ്പച്ചൻ പിണങ്ങിയ വീതന്തരത്തിലൊന്നേ ഉള്ളൂ. സ്വർഗത്തിലെ അപ്പച്ചൻ പിണങ്ങിയാൽ നിത്യതയാണ് നഷ്ടമാവുക. ദൈവത്തിന് മഹത്വം. യേശുവിനെ സ്വീകരിച്ചതിന്റെ പേരിൽ ആരൊക്കെ പിണങ്ങിയാലും സാരമില്ല മക്കളെ, ദൈവം നിന്നോട് പിണങ്ങത്തില്ല. ആദ്യ മനുഷ്യന്റെ പാർപ്പിടം, യഹോവയുടെ ഉദ്യാനം എന്ന് വിളിച്ചിരുന്ന ഏദൻ നിലനിന്ന സ്ഥലം വിഗ്രഹാരാധന നിമിത്തം ദുർഭൂതങ്ങളുടെ പാർപ്പിടമെന്ന് വിളിക്കപ്പെടുവാൻ കാരണമായി. വെളിപ്പാട് പുസ്തകം 18:2 നോക്കൂ, അവിടെ അത് കാണാൻ കഴിയും. ക്രിസ്തുവെന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുമ്പോൾ മറ്റു യാതൊന്നിന്റെയും മുമ്പിൽ കുമ്പിടല്ലേ മക്കളെ. ദൈവത്തെ മാത്രം ആരാധിക്കുക. ഒരു രൂപത്തിന്റെ മുമ്പിലും, ഒരു പ്രതിഷ്ഠയുടെ മുൻപിലും, ഒരു ചിത്രത്തിന്റെ മുൻപിലും നീ കുമ്പിടരുതേ. ചോരയൂറ്റിത്തന്നവന്റെ കൽപ്പനയനുസരിച്ച് കാഹളത്തൊലിക്കായി കാതോർക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ഇനിയും മണിക്കൂറുകളോളം പറഞ്ഞ് ഹല്ലേലൂയ മുന്നോട്ട് പോകുവാനുണ്ട്. എങ്കിലും സമയപരിധിക്കുള്ളിൽ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, വളരെ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അധിവാസ സ്ഥാനമായിരുന്ന ആദിമ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏദൻ, ഹല്ലേലൂയ, ഒരു പിന്നീട് നിവാസികളുടെ ദുഷ്ടത നിമിത്തം നോക്കൂ, അതിൽ വന്ന അധപ്പതനം മനസ്സിലാക്കുക. ഇതൊക്കെ എന്തിനാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിവെച്ചത്? നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി എഴുതിവെച്ചിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിന്റെ സ്നേഹ സന്ദേശം പ്രിയപ്പെട്ടവർക്ക് പകർന്നു നൽകുവാൻ അനുവദിച്ച മഹാദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഓർത്താണ്. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ ഞാൻ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുന്നു. 9072141834. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9072140929.
ദൈവം അനുവദിച്ചാൽ വരും ദിനങ്ങളിലും വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൂടാം. എല്ലാ പ്രിയപ്പെട്ടവരെയും അതുവരെ കർത്താവ് കൺമണി പോലെ പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.